എത്ര ദിവസം മീനിന്റെ ചാറും കൂട്ടി ചോറും ഉണ്ട് കേട്ടാന്. മീനും വാങ്ങും, മീനും തന്നെ മേടിക്കണ്ടായ. എന്റെ പൊന്നുമ്മ, മീനോ? മീനൊക്കെ എന്താ വിലയെന്ന് ഉമ്മാക്ക് അറിഞ്ഞൂടെ? സ്വർണ്ണത്തെക്കാട്ടി ഭയങ്കര വില. അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ നമുക്ക് കൂട്ടാനുള്ളത്. അതുപോരെ, ഉച്ചക്കലത്തേക്ക് കൂട്ടാനുള്ളതുണ്ട്. രാത്രി പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്കി കൂട്ടാന്നേ. എന്റെ പൊന്നുമോളെ, 2 ദിവസം കൊണ്ട് ആ തീയല് കറിയല്ലേ കൂട്ടുന്നത്. എനിക്ക് പച്ചക്കറി കൂട്ടി കൂട്ടി എന്റെ വാ വെറുത്ത്. അതുമല്ല, ഈ തീയൽ എനിക്ക് പിടിക്കുന്നു പോലുമില്ല. അന്നേരം എനിക്ക് രാത്രി ഭയങ്കര വായുവിന് പിടുത്തമായിരുന്നു. അലച്ചാലും ഒക്കെ തന്നെ അത് മാറിയത്. എനിക്ക് ഇച്ചിരി മീനിന്റെ ചാറില്ലെങ്കിൽ എനിക്ക് ചോറ് ഇറങ്ങാൻ ബുദ്ധിമുട്ടാ മോളെ. അതുകൊണ്ട് പറയുവാ. എത്ര ദിവസമായി നീ ഇവിടെ മീൻ, ഞാൻ വന്നതിന് ശേഷം ഇവിടെ മീൻ മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാ പിന്നെ 2 ദിവസം കഴിയട്ടുമ്മാ. ഇതിലെ കൂടെ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പൊ നമുക്ക് മേടിക്കാം. ചന്തയിൽ ചെന്ന് മേടിക്കാനിരുന്നുണ്ടല്ലോ, ഭയങ്കര വിലയായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഗൾഫുകാരന്റെ ഭാര്യയാന്നും പറഞ്ഞോണ്ടേ ഒരു മീൻ നമുക്ക് കുറച്ച് തരത്തൊന്നുമില്ല. വില കുറഞ്ഞ മീനാണെങ്കിൽ അവർ കൂട്ടിയേ തരത്തുള്ളൂ. ഇതിലെ കൂടെ കൊണ്ടുപോകും. നമുക്കപ്പോൾ മേടിക്കാം. തൽക്കാലം നമുക്കിതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമ്മ. ഉം. ചുമ്മാ അതങ്ങ് പറഞ്ഞാൽ പോരെ. മീന്, ഇറച്ചി ഇതൊക്കെ. ഉഫ്, എപ്പോഴാണ് ഇനി ഇവിടുന്ന് കൊണ്ട് പോകുന്നത്? ഞാനെന്ത് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ കഴിയുന്നത്. ഭയങ്കര ചെലവ് തന്നെ ഇത്. എൻ്റെ പൊന്നും മോളെ, ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ വയറ് നിറച്ച് വല്ലതും കഴിച്ചോണ്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. എടി മോളെ, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച മേളിലായി. അവൻ പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. അവളും പിള്ളേരും ഒറ്റയ്ക്കുള്ളുമ്പോൾ അങ്ങോട്ടൊന്ന് പോയി നിൽക്കണം ഇടയ്ക്കും തലയ്ക്കും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നതാ. ഞാൻ പറഞ്ഞിട്ടാണല്ലോ വന്നത്. എൻ്റെ പൊന്നുമോളെ, ഇവക്ക് ഇങ്ങനെയും പിശുക്കുണ്ടോ? എന്തോ ഒരു പിശുക്കാടി ഇത്. മനുഷ്യന് വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിച്ചിട്ട് ഇപ്പം എത്ര ദിവസമെന്നറിയാവോ? ഞാൻ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഞാൻ പോകും ഇവിടുന്ന്. എനിക്ക് നിൽക്കാനൊന്നും വയ്യ. അവൻ പറയല എന്തുവാ, ഉമ്മക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി. ഇവിടെ ഇച്ചിരി മീൻ മേടിക്കാൻ പറഞ്ഞിട്ട് പോലും 2 ദിവസം കഴിയട്ടെ. എന്തിന്, നല്ലൊരു ചായ കുടിക്കാനായിട്ടോ. അത് ഒരു ഗ്ലാസ് ചായ നല്ല രീതിയിൽ കിട്ടുന്ന പോലുമില്ല. വെറും വെള്ളം, ഒരു ഇച്ചിരി പാല് മേടിക്കും. അതാ ഒരു കവറ് പാലും മേടിച്ച് അവൾ 3 ദിവസമാണ് അവൾ ഓടിക്കുന്നത് തന്നെ. വെറും വാട്ടവെള്ളം. ഉം. വരാതിരിക്കുന്നേ നല്ലത് ഇങ്ങോട്ട്. അഥവാ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വയറ് നിറച്ച് വല്ലതും കഴിക്കുക. കടയിൽ നിന്ന് വല്ലതും മേടിച്ച് കഴിക്കേണ്ടി വരും. ഇങ്ങനെയും പിശുക്കുണ്ടോ? 2-3 ദിവസം അരിമുള തീയലും ഇവിടെ വെച്ചിട്ട് അത് അത് ഇന്നും ഉച്ചയ്ക്കും കൂടെ കൂട്ടാണ്. മറ്റേ കുഞ്ഞുങ്ങളുടെ കാര്യം ആയിരിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നത്. അതുങ്ങൾക്ക് പോലെയുള്ള നേരെ ചൊവ്വെ വല്ലതും കൊടുക്കുന്നില്ലെന്നേ. പുറത്തുനിന്നൊരു സാധനം അവൾ മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. കുറെ പച്ചക്കറി മേടിച്ചിങ്ങനെ അവിച്ചിട്ടിട്ട് തീയല്, സാമ്പാറ്, തോരന്, പിന്നെയും തീയല്, ഇത് തന്നെ ജോലി അവക്ക്. ഒരു 10-300 രൂപയുടെ ഒരു മീൻ മേടിക്കാൻ അവൾക്ക് പറ്റുന്നില്ല അവക്ക്. ഞാൻ ഇന്ന് മേടിക്കാൻ പറഞ്ഞപ്പം പറയാം 2 ദിവസം കൂടെ കഴിയട്ടെ, ആരെങ്കിലും പോകുമ്പോൾ മേടിക്കാമെന്ന്. എനിക്കിവിടെ നിൽക്കാനൊന്നും വയ്യ എൻ്റെ പൊന്നുമോളെ. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി ആ തീയലേറി കൂട്ടിട്ട് വായുവിന് പിടിച്ചിട്ടില്ലെന്നേ. ഇന്ന് രാവിലെ ആണെങ്കിൽ നോക്കിയപ്പം ഇത് ഉപ്പുമാവ് ഉണ്ടാക്കി. അതിനൊരു പഴം പോലും ഇല്ലായിരുന്നു. പഴം മേടിക്കാൻ പറഞ്ഞപ്പം പറഞ്ഞ് അങ്ങ് കടയിൽ അങ്ങ് പോണം, ഭയങ്കര വിലയാ പഴത്തിനെന്ന്. പച്ചയ്ക്കാണ് വാരി തിന്നത് ഞാൻ. ഇതെനിക്ക് പറ്റത്തില്ല. ഞാനിന്ന് അവനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇത് എന്നെ പട്ടിണിക്ക് ഇടാനാണോ അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നീ ഇങ്ങോട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവിടെ നല്ല വെപ്പും കുടിയും കാര്യങ്ങളൊക്കെ. 12 അടിക്കുമ്പോഴത്തേക്ക് അവിടെ ചോറും കറിയൊക്കെയായി. ആ ആ, നീ വരണ്ട. ഉമ്മ അങ്ങോട്ട് പോകും. ഞാൻ ചിലപ്പോൾ ഒക്കുന്നെങ്കിൽ ഇന്നങ്ങ് പോയാലോ എന്ന് വിചാരിക്കാം. അവനൊന്ന് വിളിക്കട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് പോണം എനിക്ക്. ആ, ശരി എന്നാ. ഇനി അവളും കൂടി ഇങ്ങോട്ട് വരാത്ത കുഴപ്പമേ ഉള്ളൂ. ആരായിരുന്നു ഉമ്മ വിളിച്ചേ? ഉമ്മ കുറെ നേരം വർത്താനം പറയുന്നതൊക്കെ കേട്ടല്ലോ. ആരായിരുന്നു? ആ, വിളിച്ചത് സീനായ. അവളിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. അതെന്താ അമ്മ ഇങ്ങോട്ട് വന്നാല്? ഉമ്മ എന്തിനാ വരണ്ടാന്ന് പറഞ്ഞത്? അവര് വന്നിട്ട് എന്ത് ചെയ്യാനാടി? അവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. ഇവിടെ ആകെപ്പാടെ ആ ചട്ടിക്കകത്ത് ഒരു ഇച്ചിരി തീയല് കറി കിടപ്പുണ്ട്. അത് എല്ലാവർക്കും കൂടെ എങ്ങനെ ഒപ്പിക്കും നീ? പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു. അവർക്ക് എന്നെ കാണാനല്ലേ വരുന്നത്. ഞാനേ ഷെരീഫിന്റെ വീട്ടിലോട്ട് നാളെ പോകുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് വരട്ടെ അവര്. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് അവരെ പട്ടിണിക്ക് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വേണ്ട അമ്മ. എന്തിനാ അമ്മ വരണ്ടാന്ന് പറഞ്ഞത്? നമുക്ക് ചിക്കൻ മേടിക്കാം. ഇതിപ്പം നടക്കത്തുള്ളൂ. മീനൊന്നും മേടിക്കുന്നത് പിന്നെ എളുപ്പമൊന്നുമല്ല.
നമുക്ക് ചിക്കൻ മേടിച്ചിട്ട് കറി വെക്കാം. പിന്നെ ഞാൻ ഈ പിശുക്ക് കാണിക്കുന്നത് ഉമ്മാക്കറിയാലോ. എനിക്ക് ഈ ആർഭാട ജീവിതത്തിനോടൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല. നമ്മളിങ്ങ് ഇച്ചിരി പിശുക്കൊക്കെ കാണിച്ചാലല്ലേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. ഉമ്മാടെ മോൻ അവിടെ നല്ല നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടാ ഇങ്ങോട്ട് പൈസയൊക്കെ അയക്കുന്നത്. അതിങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് 4 വർഷത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പ്രായത്തിൽ ഓരോന്ന് ചെയ്ത് വെക്കണ്ടേ. ഞാനിപ്പോൾ ഇച്ചിരി പിശുക്ക് കാണിച്ചാലും ഇപ്പം നമ്മളൊന്ന് ഇച്ചിരി പിശുക്ക് കാണിച്ചാലും നാളെ സമയത്ത് ദുഃഖിക്കണ്ടല്ലോ. 2 പെൺകുഞ്ഞുങ്ങളെല്ലാം എനിക്ക് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പിശുക്ക് കാണിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതൊന്നും അല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ചിട്ടിയുടെയും ഈ വീടിൻ്റെ ലോണും ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഒരു മാസം മിക്ക ശമ്പളം അയച്ചില്ലെങ്കിലും അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അമ്മ. നമ്മളും കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ശരിയാവത്തുള്ളൂ. എനിക്കൊരു ജോലിയോ കാര്യങ്ങളൊന്നുമില്ല. ഇക്ക അയക്കുന്ന ശമ്പളത്തിൽ നിന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പിശുക്ക് കാണിക്കുന്നതാണ് ഞാൻ. ഉമ്മ എന്തായാലും അവളെ വിളിച്ചിട്ട് വരാൻ പറ. എടി, നീ ഇപ്പൊ പറയുന്നില്ല പിശുക്ക് കാണിക്കുന്നതുകൊണ്ട് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചും വന്നിട്ടുള്ളത്. പിശുക്ക് വേണ്ടാന്നല്ല, വേണം. ജീവിതത്തിലൊക്കെ നമ്മൾ പൈസ കാണുമ്പോൾ ആർഭാട ജീവിതം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ആവശ്യത്തിന് വേണം. ഒരുപാട് അനുഭവിച്ചു വന്ന ആളാണ് ഞാൻ. പൈസയുടെ വിലയൊക്കെ എന്താണെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് എനിക്കറിയാം. അവൻ്റെ വാപ്പ കൂലിപ്പണിക്കാരനായിരുന്നു. അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്ന ആളായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോഴും ഞങ്ങൾ പൈസ പിന്നെ തൂത്തടിച്ച് കളയല്ലായിരുന്നു. 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ ഉണ്ടാക്കി തന്നെ ഞങ്ങൾ ജീവിച്ചത്. പക്ഷെ നീ കാണിക്കുന്നത് പിശുക്കെന്നല്ല ഇതിന് പറയുന്നത്. നീ എന്തു ഈ കാണിച്ച് ഇവിടെ കൂട്ടുന്നത്? ഇവിടുത്തെ 2 കുഞ്ഞു മക്കളുണ്ട്. അവരെന്തെല്ലാം ആഗ്രഹങ്ങൾ പറയുന്നുണ്ടെടി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ. നീ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേടി വലുത്. ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ച മേളിലായല്ലോ. ഈ 2 ആഴ്ച നീ എനിക്ക് എന്താ കൊണ്ട് വെച്ചുണ്ടാക്കി തന്നത്? കുറെ പച്ചക്കറി മാത്രം വെട്ടിക്കാണിച്ച് കുറെ സാമ്പാറും തീയലും ഇത് തന്നെ മാറും തിരിച്ചും മാറും. അതൊരു തീയൽ വെച്ചാൽ ഒരു സാമ്പാർ വെച്ചാൽ എത്ര ദിവസം കൂട്ടും? എത്ര ദിവസം കൂട്ടും നീ? ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ച് ചൂടാക്കി എന്നെ ആ കുഞ്ഞുങ്ങളെയൊക്കെ തീറ്റിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. വേണം, ആവശ്യത്തിന് വേണം. പൈസ കണ്ടാമാനം കിട്ടി കളയാനൊന്നും അല്ല ഞാൻ പറയുന്നത്. പുറത്തുനിന്ന് മേടിച്ച് ആഹാരം കഴിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. ആവശ്യത്തിന് വേണ്ടേടി. ഇപ്പൊ അള്ള എത്തിച്ച് ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല. എൻ്റെ മോൻ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട പൈസ അയക്കുന്നത്. അത് അവൻ്റെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അത് ഇങ്ങനെ പിശുക്ക് കാണിച്ചാൽ എവിടെ ചെന്നെത്താനാ? മടുത്തു പോന്നു. എനിക്കിവിടെ നിന്നിട്ട് എനിക്ക് തന്നെ മടുപ്പ് വരുന്നു. ഒരു ഗ്ലാസ് നല്ല ചായ പോലും കിട്ടുന്നുണ്ട് എനിക്ക് ഇവിടുന്ന്. വേണം, പിശുക്ക് ആവശ്യത്തിന് വേണം. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് ആഹാരങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വെച്ചുണ്ടാക്കിയൊക്കെ കൊടുക്കുക. നീ ഡെയിലി മീൻ മേടിച്ച് ചിക്കനും മേടിച്ചും ഒന്നും കഴിക്കാനൊന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യത്തിന് ആവശ്യത്തിന് വേണം. അത്രയും ഞാൻ പറഞ്ഞു. ആഹാരത്തിനെങ്കിലും വിശാലത കാണിക്കണം നീ. അല്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കഥയില്ല മോളെ. മനുഷ്യന് ആയുസ് പോലും ഇല്ലാത്തതാ. ഇവിടെ നിന്ന് നമ്മൾ ജീവിക്കുമ്പോഴേ തിന്നും കുടിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിലാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകും. പിന്നെ എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് നിന്നോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പറയാം. ഇതൊക്കെ നീ അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവനത് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു മനസ്സിലായോ? അവൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നത് അതുങ്ങൾക്ക് വായിക്കും. ഇന്നലെ എൻ്റെ ആ കുഞ്ഞിൻ്റെ മോന്ത പോലും ഞാൻ കണ്ടതാ. കഷ്ടമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് നീ നല്ല വൈകിട്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചും പെറുക്കിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും.